മെക്സിക്കോ എന്ന രാജ്യത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ ടെക്സാസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്റ്റേറ്റാണ് ഈ ടെക്സാസ് കേട്ടോ. വലിപ്പം കൊണ്ടായാലും ടെക്സാസിൻ്റെ ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക്, ഒരു അറ്റത്ത് നിന്നും മറ്റൊരു അറ്റത്തേക്ക് പോകാൻ തന്നെ ഏകദേശം 1000 മൈൽസ് എന്ന് പറയുമ്പോൾ 1600 കിലോമീറ്റർ, അത്രയും ദൈർഘ്യമുള്ള ഒരു സ്റ്റേറ്റാണ് ഈ ടെക്സാസ് കേട്ടോ. ഒരുപാട് ഗ്യാങ് ഫൈറ്റുകളുടെയും പല പല ലോബികളുടെയൊക്കെ കളികളുള്ള സ്ഥലമാണ് ടെക്സാസ്. മെക്സിക്കോയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം അധോലോകത്തിൻ്റെ, മുംബൈ അധോലോകം ഒന്നുമല്ല. നമ്മുടെ മെക്സിക്കോയിലെ അധോലോകം പാബ്ലോ എസ്കോബാർ, ഗുസ്മാന്, അതേപോലെയൊക്കെയുള്ള ഡ്രഗ് ലോഡ്സിൻ്റെ മെയിൻ കളിസ്ഥലമാണ് ഈ മെക്സിക്കോ. അവിടെ നമ്മുടെ ബില്യൺ കണക്കിന് ഡോളേഴ്സിൻ്റെ ബിസിനസ്സാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അത് ഭയങ്കര, ഒരു രാജ്യം തന്നെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിനോട് അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് കൊണ്ട് തന്നെ ടെക്സാസിലെ പല സ്ഥലങ്ങളിലും ഭയങ്കര ചെക്കിംഗ് ഉണ്ട്. മെക്സിക്കോയിലെ ലറേഡോ എന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന സമയത്ത് നമ്മുടെ വണ്ടി ബോർഡർ പെട്രോളിൻ്റെ പ്രത്യേക ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ട്രക്ക് അവർ സ്കാനറിൽ കൂടെ കടത്തി വിടും. വണ്ടിക്ക് അതിൽ വേറെ ആൾക്കാരുണ്ടോ, നമ്മൾ ഡ്രൈവേഴ്സ് അല്ലാതെ വേറെ ആൾക്കാരുണ്ടോ എന്നറിയാൻ വേണ്ടി. അതേപോലെ തന്നെ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടനെ വണ്ടി ചെക്ക് ചെയ്യും, ട്രക്ക് ചെക്ക് ചെയ്യും, ട്രക്കിൻ്റെ ക്യാബിൻ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടി വരും, ബൈക്കിലെ ഡോർ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോയിൽ. ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ പോയത് പലയിടത്തും ടൂറിസ്റ്റ് പ്ലേസിലായിരുന്നു നമ്മൾ പോയത്. അവിടെയൊക്കെ സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ മെക്സിക്കോയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ, പല പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പം പല പല സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നാണ് പലരും പറഞ്ഞു കേട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നമ്മൾ ഇപ്പം ബ്രസീലിൽ പോയാലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഈ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. റിയോ ഡി ജനീറോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ബ്രസീലിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പോയ സമയത്ത് നമ്മളെ ടൂറിസ്റ്റുകളെ അവർ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യത്തില്ല കേട്ടോ. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ഈ ഗ്യാങ് ഫൈറ്റ്, ചെറിയ ചെറിയ ഫൈറ്റുകൾ പോലെ തന്നെ അവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്ക് വെടിയും പുകയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ വിദേശികളെ അങ്ങനെ പൊതുവെ ആരും അറ്റാക്ക് ചെയ്യത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഈ കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ പലർക്കും പേടിയാണ്. മെക്സിക്കോയിൽ പോകാൻ തന്നെ പലർക്കും പേടിയുണ്ട്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ് ഫൈറ്റുകളും വെടിവെപ്പൊക്കെ നടക്കാറുണ്ട് ഇടയ്ക്ക് പല സമയത്തും. പക്ഷേ വേറെ വിഷയങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് മെക്സിക്കോയെക്കുറിച്ചുള്ള കഥ.